ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6-ലെ ബേസിക് സയൻസ് ചാപ്റ്റർ 6 ആണ്. ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ്, ജീവൻ്റെ ചെറിയ ചെറിയ അറകൾ. അതാണ് ഈ ഇതിൻ്റെ മീനിങ്. ഡു യു ലവ് ടു പ്ലേ വിത്ത് ടോയ് ഹൗസസ്? ഇസൻറ്റ് ഇറ്റ് ഫൺ ടു ബിൽഡ് എ ടോയ് ഹൗസ്? നിങ്ങൾ ടോയ് ഹൗസുകൾ കൊണ്ട് കളിക്കാറുണ്ടോ? ചെറിയ കളി വീടുകൾ കൊണ്ട് കളിക്കാറുണ്ടോ? കളി വീടുകൾ കൊണ്ട് നമ്മൾ കളിക്കാറുണ്ടല്ലേ. അത് നല്ല രസമല്ലേ, ഫണ്ണാണല്ലേ അതുകൊണ്ട് കളിക്കുന്നത്. ഡോണ്ട് യു മേക്ക് യൂസ് ഓഫ് മെനി മെറ്റീരിയൽസ് അറൗണ്ട് ഹൗസ് ടു മേക്ക് ടോയ് ഹൗസസ് ആൻഡ് ടോയ്സ്? നമ്മൾ ഒത്തിരി മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ടല്ലേ ഈ ടോയ് ഹൗസസ് ഉണ്ടാക്കാൻ വേണ്ടി. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക? ചെറിയ ചെറിയ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വീടുണ്ടാക്കുക, ചെറിയ കളി വീടുണ്ടാക്കുക? വി ഹാവ് ഒബ്സർവ് വേരിയസ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഗോയിങ് ഓൺ അറൗണ്ട് അസ്. യു മൈറ്റ് ഹാവ് സീൻ കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് ആൻഡ് ഹൗസസ്. നമ്മൾ പല ടൈപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. നമ്മൾ എങ്ങനെയാണ് ചുവരുകൾ കെട്ടുന്നത്, എങ്ങനെയാണ് വീട് കെട്ടുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒബ്സർവ് ദ പിക്ചർ ഗിവൻ ബിലോ. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന പിക്ചർ നമ്മളൊന്ന് നോക്കുക, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആദ്യത്തെ പിക്ചറിൽ എന്താ ഉള്ളത്? ബിൽഡിംഗ് ബ്ലോക്സുകളാണ് അല്ലേ. ലെഗോ ലെഗോ ബ്ലോക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ പിക്ചറിൽ എന്താണ് ഉള്ളത്? ബ്രിക്സ് ആണ്, ചുടുകട്ടകൾ അല്ലെ, ഇഷ്ടിക അല്ലെങ്കിൽ ചുടുകട്ട. അപ്പം ആദ്യത്തെ പിക്ചറിനകത്ത് ഈ ലെഗോ ബ്ലോക്സ് കൊണ്ട് ഒരു കുട്ടി വീടുണ്ടാക്കുകയാണ്, കളി വീടുണ്ടാക്കുകയാണ്. രണ്ടാമത്തെ പിക്ചറിനകത്ത് ഒരു മേസ്ത്രി ചുവര് കെട്ടുന്ന ഒരു പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. വാട്ട് ഡു യു സീ ഇൻ ബോത്ത് ദീസ് പിക്ചേഴ്സ്? ഈ രണ്ട് പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? പിക്ചർ 1 ബിൽഡിംഗ് ടോയ് ഹൗസ് യൂസിങ് ബിൽഡിംഗ് ബ്ലോക്ക്. പിക്ചർ 2 ബിൽഡിംഗ് എ ഹൗസ് യൂസിങ് ബ്രിക്സ്. അപ്പോൾ ബ്രിക്സ് കൊണ്ടൊരു വീടുണ്ടാക്കുന്നു, ബിൽഡിംഗ് ബ്ലോക്ക് കൊണ്ടൊരു വീടുണ്ടാക്കുന്നു. ഇതാണ് നമ്മൾ രണ്ട് പിക്ചറിലും കണ്ടത്. യു നോ ദാറ്റ് ടോയ് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ബിൽഡിംഗ് ബ്ലോക്സ്. ഇപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ടാണ് ടോയ് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ഏറ്റവും ചെറിയൊരു ബ്ലോക്കുകൾ, കട്ടകൾ. ആ കട്ടകൾ കൊണ്ടാണ് നമ്മൾ ചുവരുകൾ ഉണ്ടാക്കുന്നത് അല്ലേ. ചുടുകട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈസ് എ ബോഡി ഓൾസോ മേഡപ്പ് ഓഫ് സച്ച് ബേസിക് യൂണിറ്റ്സ്? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലുള്ള ചെറിയ എന്തെങ്കിലും യൂണിറ്റുകൾ കൊണ്ടായിരിക്കുമോ? ലെറ്റ്സ് എക്സാമിൻ. നമുക്കൊന്ന് നോക്കാം. റീഡ് ദ നോട്ട് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന നോട്ട് ഒന്ന് വായിക്കാം. ആ ബോഡി ഈസ് ബിൽഡ് അപ്പ് ഓഫ് ബേസിക് യൂണിറ്റ്സ് കോൾഡ് സെൽസ്. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബേസിക് ആയിട്ടുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ്. കോശങ്ങൾ, മലയാളത്തിൽ കോശം എന്നാണ് പറയുക. ദേ ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ഈ കോശങ്ങളാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഏറ്റവും ചെറിയ കണിക. നമ്മൾ കഴിഞ്ഞ ലെസണിൽ ചാപ്റ്റർ 5 നമ്മൾ പഠിച്ചു ആറ്റത്തിനെ പറ്റി അല്ലേ. ഒരു സബ്സ്റ്റൻസിന്റെ ഏറ്റവും ചെറുതായിട്ട് മുറിച്ച് 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 ഏറ്റവും ചെറിയൊരു ഗ്രാന്യൂൾ എടുത്ത് ആ ഗ്രാന്യൂളിനെ മുറിച്ച് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ആറ്റം. അതുപോലെ ഒരു മനുഷ്യ ശരീരത്തിനെ മുറിച്ച് 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 മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു പീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന ഏറ്റവും ചെറിയ പാർട്ടാണ് ഈ സെല്ലെന്ന് പറഞ്ഞാൽ. ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് സെൽസ്. ഇപ്പം മില്യൺ കണക്കിന്, കോടിക്കണക്കിന് സെല്ല് മീൻസ് ഈ കോശങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. ദർ ആർ മെനി സ്മോൾ ആൻഡ് ലാർജ് ഓർഗാനിസംസ് അറൗണ്ട് അസ്. അപ്പം നമുക്ക് ചുറ്റും വലുതും ചെറുതുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളുണ്ട്. ദർ ബോഡീസ് ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അവരുടെ ബോഡിയും ശരീരവും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ല് കൊണ്ടാണ്. ദ ബ്ലോക്സ് യൂസ് ടു ബിൽഡ് ദ ഹൗസ് ആൻഡ് ദ ഡിഫറെൻറ്റ് colored blocks used by the child to build the toy house can be seen with our naked eyes. അപ്പോൾ ഈ ബ്ലോക്കുകൾ നമ്മൾ ചുവരുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചുടുകട്ടയും കുട്ടിക്ക് ടോയ് ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ബിൽഡിംഗ് ബ്ലോക്കും രണ്ടും നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട്, നേക്കഡ് ഐ എന്ന് പറഞ്ഞാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. their peculiarities can also be identified. അവരുടെ പ്രത്യേകതകളും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ കണ്ണുകൊണ്ട്, നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ബട്ട് വി കനോട്ട് സീ സെൽസ് വിത്ത് അവർ നേക്കഡ് ഐസ്. പക്ഷെ നമുക്ക് കോശങ്ങളെ അല്ലെങ്കിൽ സെല്ലുകളെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. വാട്ട് വുഡ് ബി ദ റീസൺ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കാണാൻ സാധിക്കാത്തത്? കാരണം അത് വളരെ 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 ചെറുതാണ്, ഭയങ്കര ചെറുതാണ്. ഒരു മൈക്രോ 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 മില്ലിമീറ്റർ ഒക്കെ അത്രക്ക് ചെറുതാണ്. മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്നതാണ് സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ.
ഡോണ്ട് യു റിമെമ്പർ ഒബ്സർവിങ് ദ സ്റ്റൊമാറ്റ ഇൻ ലീവ്സ് ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്? അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ സ്റ്റൊമാറ്റ കണ്ടത് നിങ്ങൾ ഓർക്കുന്നില്ലേ? 5ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നുണ്ട് സ്റ്റൊമാറ്റനെ പറ്റി നമ്മൾ പഠിച്ചത്. അപ്പോൾ സ്റ്റൊമാറ്റ നിങ്ങൾ കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിച്ച് ഡിവൈസ് ഡിഡ് യു യൂസ് ടു ഒബ്സർവ് ഇറ്റ്? അപ്പോൾ ഏത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റൊമാറ്റ കണ്ടത്? വൈ ഡിഡ് യു യൂസ് സച്ച് എ ഡിവൈസ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ഡിവൈസ്, അങ്ങനെ ഒരു ഉപകരണം നമ്മൾ യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് മൈക്രോസ്കോപ്പാണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലേ? എന്താണ് നമ്മൾ ഉപയോഗിച്ച ആ ഉപകരണം? സെൽസ് ആർ വെരി ടൈനി, ദേ കനോട്ട് ബി സീൻ യൂസിങ് ഹാൻഡ് ലെൻസ്. അപ്പോൾ കൈയുടെ ആ ലെൻസ് കൊണ്ട്, കയ്യിൽ പിടിച്ച് നോക്കുന്ന ലെൻസ് കൊണ്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല? മൈക്രോസ്കോപ്പിൽ കൂടി കണ്ടത് സ്റ്റൊമാറ്റോയുടെ സ്ലൈഡുകളാണ് കേട്ടോ. സ്റ്റൊമാറ്റോയുടെ സ്ലൈഡുകളുണ്ട്, അത് നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇലയുടെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും. ഹാൻഡ് ലെൻസിൽ കൂടിയും സ്റ്റൊമാറ്റോനെ കാണാൻ പറ്റും. കയ്യിൽ പിടിച്ച് നോക്കുന്ന ലെൻസ് ഉണ്ടല്ലോ, പവർഫുൾ ഹാൻഡ് ലെൻസുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സ്റ്റൊമാറ്റോ കാണാൻ സാധിക്കും. വി യൂസ് എ മൈക്രോസ്കോപ്പ് ടു ഒബ്സർവ് തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐ. ഇപ്പം നഗ്നനേത്രങ്ങളോട് കൊണ്ട് കാണാൻ സാധിക്കാത്ത സാധനങ്ങൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇനി മൈക്രോസ്കോപ്പ്, ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് മൈക്രോസ്കോപ്പ്. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കാം. ടേക്ക് എ മൈക്രോസ്കോപ്പ് ഫ്രം ദ സ്കൂൾ സയൻസ് ലാബ് ആൻഡ് എക്സാമിൻ ഇറ്റ്സ് പാർട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. വിച്ച് പാർട്ട് ക്യാൻ യു ഐഡന്റിഫൈ? ഒബ്സർവ് ദ ഗിവൺ പാർട്സ് പിക്ചർ ആൻഡ് റെക്കോർഡ് ദ പാർട്സ് ഓഫ് ദ മൈക്രോസ്കോപ്പ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ലാബിൽ നിന്ന് ഒരു മൈക്രോസ്കോപ്പ് ഒക്കെ എടുത്തിട്ട് വരിക, എന്നിട്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയൊക്കെ വെക്കുക. ഐ പീസ്, മേലെയുള്ള ആ ഒരു റൗണ്ട് ഒരു ലെൻസിൻ്റെ ഭാഗമാണത്. അത് ഒരു ഗ്ലാസ് ഉണ്ട് അവിടെ, അതാണ് ഐ പീസ്. പിന്നെ നോബ്സ് ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നോബ്സ് ഉള്ളത്. ഒബ്ജക്റ്റീവ് ലെൻസ്, അത് ലെൻസാണ് ആ കാണിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസ്. സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജിലാണ് നമ്മൾ സ്ലൈഡ് വെക്കുന്നത്. ക്ലിപ്സ്, കണ്ടൻസർ, പിന്നെ മിറർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്. നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ മൈക്രോസ്കോപ്പ്. ലെറ്റ്സ് ഒബ്സർവ് എ സെൽ. ഇനി നമുക്കൊരു സെല്ല് നോക്കാം. ഷാൽ വി ഒബ്സർവ് സം സെൽസ് ഓഫ് ഹ്യൂമൻ ബോഡി യൂസിങ് എ മൈക്രോസ്കോപ്പ്? അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളൊരു സെല്ല് തന്നെ നമുക്ക് എടുത്ത് നോക്കാം. സെൽസ് ക്യാൻ ഈസിലി ബി ടേക്കൻ ഫ്രം ദ ഇന്നർ പാർട്ട് ഓഫ് ദ ചീക്ക്. ഇപ്പം കോശങ്ങളെ നമ്മൾ വേഗത്തിലെടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ വായുടെ ഉള്ളിലുള്ള ഈ കവിളിൻ്റെ ഭാഗത്തു നിന്നാണ്. ലെറ്റ് സി ഹൗ സെൽസ് ആർ ടേക്കൻ ഫ്രം ദ ചീക്ക്. ഇപ്പോൾ കവിളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കോശങ്ങളെ എടുക്കുന്നതെന്ന് നോക്കാം. വാട്ട് മെറ്റീരിയൽസ് ആർ റിക്വയർഡ് ഫോർ ദിസ്? അപ്പം ഇതിനു വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളത്? മേ ബി നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്കൊരു അസുഖം വന്നിരിക്കുകയാണ്, അപ്പോൾ ആ അസുഖത്തിന് നിങ്ങൾ നിങ്ങളുടെ വായിലുള്ള സെൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കൊറോണ ടൈമിന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ മൂക്കിലും വായിലും ഒക്കെ ഉള്ള കോശങ്ങൾ സെൽസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ചീക്കിലുള്ള സെല്ല് എടുക്കണമെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇതെഴുതാം. ഈ ആൻസർ നമുക്ക് എഴുതേണ്ടി വരും. ടൂത്ത് പിക്ക് വേണം, സ്ലൈഡ് വേണം, മീത്തൈൽ ബ്ലൂ സ്റ്റെയിൻ വേണം, മെത്തലിൻ ബ്ലൂ സ്റ്റെയിൻ വേണം, കവർ ഗ്ലാസ് വേണം. റിൻസ് ദ മൗത്ത് തറോലി വിത്ത് ക്ലീൻ വാട്ടർ. ആദ്യം തന്നെ വെള്ളം എടുത്ത്, ശുദ്ധമായിട്ടുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ വായ ഒന്ന് റിൻസ് ചെയ്യണം. റിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുലുക്കി തുപ്പുക, കുലുക്കുഴിയുക എന്നൊക്കെ പറയും. ജെൻലി സ്ക്രാപ്പ് ദ ഇൻസൈഡ് ഓഫ് ദ ചീക്ക് യൂസിങ് ടൂത്ത് പിക്ക്. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് വായ തുറന്ന് കവിളിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് ചുരണ്ടുക. ചീക്ക് സെൽസ് ഗെറ്റ് അറ്റാച്ച് ടു ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് പിക്ക്. ടൂത്ത് പിക്കിൻ്റെ അറ്റത്ത് കവിളിലുള്ള ആ കോശങ്ങൾ സെൽസ് അറ്റാച്ച് ആയിട്ടുണ്ടാവും. പ്ലേസ് ദീസ് ചീക്ക് സെൽസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ലൈഡ്. സ്ലൈഡിൻ്റെ നടുക്ക് വെക്കുക. ആഡ് എ ഡ്രോപ്പ് ഓഫ് മെത്തലിൻ ബ്ലൂ സ്റ്റെയിൻ to it. Place a cover glass over it. Place the slide on the microscope and observe. Try to draw the observed cells. അപ്പോൾ മെത്തലിൻ ബ്ലൂ സ്റ്റെയിൻ ഒഴിക്കുക. ആ ചിക്ക് സെല്ല് സ്ലൈഡിൽ വെക്കുക. അതിലേക്ക് മെത്തലിൻ ബ്ലൂ സ്റ്റെയിൻ ഒഴിക്കുക. എന്നിട്ട് ഗ്ലാസ് കവർ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സ്ലൈഡിനെ എന്ത് ചെയ്യണം? മൈക്രോസ്കോപ്പിൽ വെക്കുക. എന്നിട്ട് നോക്കുക. ട്രൈ ടു ഡ്രോ ദ ഒബ്സർവ്ഡ് സെൽസ്. സെല്ല് ഏത് സെല്ലാണ് കണ്ടത്, എങ്ങനത്തെ ഡയഗ്രാമാണ് കണ്ടത്, എങ്ങനത്തെ ഒരു ഷേപ്പാണ് കണ്ടതെന്നുള്ളത് നമ്മൾ വരച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ചീക്ക് സെൽസ് ആർ ട്രാൻസ്പെറൻറ്റ്. ഇറ്റ് ഈസ് ഹാർഡ് ടു സീ ഇറ്റ് ഷേപ്പ്. മെത്തലിൻ
ബ്ലൂ സ്റ്റെയിൻ ഹെൽപ്സ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് ദ സെൽ ക്ലിയർലി. അപ്പോൾ എന്തുകൊണ്ടാണ് മെത്തലൈൻ ബ്ലൂ സ്റ്റെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ആ സെല്ല് കവളിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് വെച്ച് കണ്ടാൽ പോരെന്ന് തോന്നാം. എന്തിനീ മെത്തലിൻ ബ്ലൂ സ്റ്റെയിനൊക്കെ ഒഴിക്കുന്നത്? ഈ കവിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെല്ല് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചെറിയൊരു ഒരു സെല്ലാണ്. ഈ സെല്ല് ട്രാൻസ്പെറൻ്റ് ആണ്. അതിൻ്റെ കോശങ്ങളുടെ ഉള്ളിലുള്ള അവയവങ്ങളൊന്നും നമുക്ക്, കോശത്തിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അവയവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സ്റ്റെയിൻ ഒഴിക്കുന്നത്. സ്റ്റെയിൻ ഒഴിക്കുമ്പോൾ നമുക്ക് ന്യൂക്ലിയസും സെൽ മെംബ്രെയിനും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് സ്റ്റെയിൻ ഒഴിക്കുന്നത്. സ്റ്റെയിനിൽ ഒരു ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളർ എല്ലാ സ്ഥലത്തും മിക്സായി പെരണ്ടിട്ട് ആ സ്റ്റെയിൻ നമുക്ക് സെല്ലിൻ്റെ മെംബ്രെയിനെയും ന്യൂക്ലിയസിനെയൊക്കെ കാണിച്ചു തരും. യു ഹാവ് ഒബ്സർവ് ദ സെൽസ്, cheek cells. Try to understand the parts of the cell with the help of figure. What you have observed now are animal cells. ഇപ്പം നമ്മൾ കാണുന്നത് വയലറ്റ് കളറിലുള്ള 2-3 സെല്ലുകൾ ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, അതെല്ലാം എന്ത് സെല്ലാണ്? ആനിമൽ സെല്ലാണ്. മനുഷ്യൻ്റെ ചീക്കിൽ നിന്ന് എടുത്തിട്ട് വെച്ചിരിക്കുന്ന സെല്ലാണ്. വാട്ട് യു ഹാവ് ഒബ്സർവ് നൗ ആർ ആനിമൽ സെൽസ്. ആർ ഇൻ പ്ലാന്റ്സ് ഓൾസോ ലിവിങ് ബീങ്സ്? ആർ പ്ലാന്റ്സ് ഓൾസോ മേഡ് അപ്പ് ഓഫ് സെൽസ് ലൈക്ക് ദിസ്? വാട്ട് ഈസ് യുവർ ഗസ്? അപ്പോൾ ഇത് നമ്മൾ കണ്ടത് ആനിമൽ സെല്ലാണ്. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സിന് ഇതുപോലത്തെ സെൽസ് ഉണ്ടാകുമോ? പ്ലാന്റ്സും സെല്ലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ അഭിപ്രായം എന്താണ്? പ്ലാന്റും സെല്ലും കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നമ്മുടെ അഭിപ്രായം. ലെറ്റ്സ് ഒബ്സർവ് ദ സെൽസ് ഇൻ ഒനിയൻ. ഇനി നമുക്ക് ഒനിയനിലുള്ള, സവാളയിലുള്ള സെൽസ് ഒന്ന് കണ്ടാലോ? ഒനിയൻ ബ്ലേഡ്, ഫോർസെപ്സ്, നീഡിൽസ്, വാച്ച് ഗ്ലാസ്, സാഫ്രനൈൻ സ്റ്റെയിൻ, ഗ്ലിസറിൻ, പ്യുവർ വാട്ടർ, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, സ്ലൈഡ് എക്സെട്ര. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എന്തിനു വേണ്ടത്? ഒനിയൻ മുറിച്ചിട്ട് അതിൻ്റെ സെല്ല് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ്. ടേക്ക് എ തിൻ ലെയർ ഫ്രം എ ക്ലീൻഡ് ഒനിയൻ യൂസിങ് ഫോസെപ്സ്. അപ്പോൾ ഫോസെപ്സ് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒനിയൻ്റെ ഒരു ചെറിയ പീസ് നമ്മൾ ടെയർ ചെയ്തെടുക്കുക. കട്ട് ഇറ്റ് ഇൻടു സ്മോൾ പീസ് ആൻഡ് പുട്ട് ഇൻ എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് ഡൈല്യൂട്ട് സാഫ്രൻ സ്റ്റെയിൻ. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അത് ഒരു വാച്ച് ഗ്ലാസ്സിലിടുക. ആ വാച്ച് ഗ്ലാസ്സിൽ എന്തുണ്ട്? ഡൈല്യൂട്ട് സാഫ്രൻ സ്റ്റെയിൻ ഉണ്ട്. ആഫ്റ്റർ സം ടൈം take 2 or 3 pieces of stained onion from the watch glass and place it in another watch glass containing pure water. അപ്പോൾ ആദ്യം തന്നെ ഒനിയൻ്റെ സ്കിൻ എടുക്കുക, മുറിച്ച് കഷ്ണമാക്കുക, വളരെ ചെറിയൊരു പീസിന് എടുത്തിട്ട് ഈ സ്റ്റെയിനിലിടുക. സ്റ്റെയിനിൽ നിന്ന് ഈ ഒനിയൻ സ്കിൻ എടുത്ത് ശുദ്ധ ജലത്തിൽ ഇടുക. അതിൽ നിന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ്, ആ സ്റ്റെയിൻ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം അതെടുത്ത് ഗ്ലിസറിനിലിടുക. ഗ്ലിസറിൽ നിന്ന് അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്ലൈഡിൻ്റെ മേലെ വെക്കുക. കവർ ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്യുക. വൈപ്പ് ഓഫ് എക്സസ് ഗ്ലിസറിൻ വിത്ത് ടിഷ്യൂ പേപ്പർ. അപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് കൂടുതലുള്ള ഗ്ലിസറിനൊക്കെ വലിച്ച് എടുക്കാം, തുടച്ചെടുക്കാം. ഒബ്സർവ് ദ പ്രിപ്പയർഡ് സ്ലൈഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൂടി ഈ പ്രിപ്പയർ ചെയ്ത സ്ലൈഡ് നമുക്കൊന്ന് കാണാം. ഡോണ്ട് യു സീ സെൽസ് ഫെമിലിയർ ടു ദോസ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണുന്ന പോലത്തെ സെൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ട്രൈ ടു ഡ്രോ ദ സെൽസ് യു ഹാവ് ഒബ്സർവ്ഡ്. അപ്പം നമ്മൾ ഇങ്ങനെ കണ്ട ആ സെല്ല് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡോണ്ട് യു സീ സിമിലാരിറ്റീസ് ഇൻ ദ ചീക്ക് ആൻഡ് ദ ഒനിയൻ സെൽ. ഒനിയൻ സെല്ലിൽ, സവാളയുടെ സെല്ലിലും പിന്നെ ചീക്കിൻ്റെ സെല്ലിലും എന്തെങ്കിലും ഒരുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണാൻ സാധിച്ചോ? ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് സെൽസ് ആർ ബേസിക് യൂണിറ്റ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ സെല്ലുകളാണ് മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത റോബർട്ട് ഹുക്കിനെ പറ്റിയാണ്. ദ സെൽ വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക് ഇൻ 1665. He observed a small portion of cork taken from an oak tree through a microscope designed by him. He found numerous areas like tiny chambers. He called it cella. The Latin word cella means a small room. Now we call it cell. അപ്പോൾ സെല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ റോബർട്ട് ഹുക്കാണ് ഈ സെല്ല എന്ന വാക്ക് കണ്ടുപിടിച്ചത്. അതായത് ലാറ്റിൻ വേർഡാണ് റൂം എന്നുള്ളതിൻ്റെ ചെറിയ മുറി എന്നുള്ളൊരു അർത്ഥത്തിലാണ് സെല്ലെന്ന് കണ്ടുപിടിച്ചത്. ഓക്ക് ട്രീന്ന് കിട്ടിയ ഒരു കോക്ക്, ആ കോക്കിനൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ കൂടി ഒന്ന് നോക്കി
അപ്പോഴാണ് ഇങ്ങനെ ചെറിയ ചെറിയ ചേമ്പേഴ്സ് ഒക്കെ കണ്ടത്. നവം വണ്ടർ വേൾഡ് ഇൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ. ഇപ്പൊ ഒരു തുള്ളി വെള്ളത്തിലുള്ള മായിക ലോകം എന്തെല്ലാമാണെന്ന് നോക്കാം. ലെറ്റ് us observe a drop of water through a microscope. Materials required: microscope, cover glass, water boiled with hay and cooled, water collected from pond, paddy fields, spoon. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? തിളപ്പിച്ച വെള്ളമാണ് വേണ്ടത്. ഈ തിളച്ചത് വക്കോലിട്ട് തിളപ്പിച്ച വെള്ളം, എന്നിട്ട് അത് ആറണം. വാട്ടർ കളക്റ്റഡ് ഫ്രം ദ പോണ്ട്, കുളത്തിൽ നിന്ന് കളക്ട് ചെയ്ത വെള്ളം. പാഡി ഫീൽഡ്, കണ്ടം അല്ലെങ്കിൽ തോട് അല്ലെങ്കിൽ പാടത്ത് നിന്നൊക്കെ ഒരു കളക്ട് ചെയ്ത വെള്ളം. പിന്നെ ഒരു സ്പൂണ്. പോർ സം വാട്ടർ കളക്റ്റഡ് ഫ്രം പോണ്ട് ഓർ പാഡി ഫീൽഡ് ഇൻ ടു ദ വാട്ടർ ബോയിൽഡ് വിത്ത് ഹേ. ഇപ്പോൾ ഹേ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് പോണ്ടിലെ വെള്ളമോ അല്ലെങ്കിൽ പാഡി ഫീൽഡ് വയലിൽ ഉള്ള വെള്ളമോ ഒഴിക്കുക. കീപ് ഇറ്റ് for 4 or 5 days. Take a drop of water from this water sample on a slide. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്നും 3-4 ദിവസങ്ങൾക്ക് ശേഷം ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സാമ്പിൾ വെള്ളം എടുക്കുക, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ എടുത്താൽ മതി. എന്നിട്ട് സ്ലൈഡിൽ വെക്കുക, മൈക്രോസ്കോപ്പിന്റെ സ്ലൈഡിൽ. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ഇറ്റ് ആൻഡ് ഒബ്സർവ് ഇറ്റ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. ഒരു കവർ ഗ്ലാസും കൂടി വെച്ചിട്ട് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൊണ്ട് വെച്ച് നോക്കുക. ഡു യു ഒബ്സർവ് എനി മൈക്രോ ഓർഗാനിസംസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ? താഴെ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും മൈക്രോ ഓർഗാനിസം, ഏതെങ്കിലും ജീവി അതിനകത്തുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. ഈ കാണുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡി ഒരു സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സെല്ല് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിസമാണ് നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത്. യൂണിസെല്ലുലർ ഓർഗാനിസം, ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിനാണ് യൂണിസെല്ലുലർ ഓർഗാനിസം എന്ന് പറയുന്നത്. ഒരു സെല്ല് മാത്രമുള്ളത്. Unicellular organisms are organisms that have only one cell. As the number of cells is less, we cannot see them with naked eyes. അപ്പോൾ ഈ സെല്ലുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് ഈ ഓർഗാനിസംസിനെ, യൂണിസെല്ലുലർ ഓർഗാനിസംസിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. The organisms you have observed through microscope are unicellular organisms. Observe the picture and write their names. ഇപ്പം നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പിൽ കൂടി കണ്ടില്ലേ കുറച്ച് ഓർഗാനിസംസിനെ. ഏതാണ് ആ വാട്ടറും ഹേയും കൂടി തിളപ്പിച്ചിട്ട് അത് പാഡി ഫീൽഡിലുള്ള വെള്ളം അതൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മളൊന്ന് കണ്ടല്ലോ, ഒരു ഡ്രോപ്പ് എടുത്തിട്ട്. അതിനകത്ത് കുറച്ച് ഓർഗാനിസംസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ അമീബ, രണ്ടാമത്തെ പാരമീഷ്യം, മൂന്നാമത്തെ യുഗ്ലീനയാണ്. മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ്. അടുത്തത് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഓർഗാനിസംസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഓർഗാനിസംസത്തിൻ്റെ എല്ലാത്തിൻ്റെയും പിക്ചറുകളൊക്കെ ഒന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ടേപ്പ് വേം ആണ്. ലീച്ച്, കോക്രോച്ച്, സ്റ്റാർഫിഷ്, ഫിഷ്, ഫ്രോഗ്, ഈഗിൾ, ഗാർഡൻ ലിസാർഡ് ആൻഡ് എലിഫൻറ്റ്. ഇത്രയും ആനിമൽസിൻ്റെ ജീവജാലങ്ങളുടെ പിക്ചറുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. മൈക്രോസ്കോപ്പ് ഈസ് നോട്ട് നീഡഡ് ടു സീ ദീസ് ഓർഗാനിസംസ്. ഇപ്പം ഈ രണ്ടാമത് പറഞ്ഞ ഓർഗാനിസത്തിനെ നോക്കാൻ വേണ്ടി മൈക്രോസ്കോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യം പറഞ്ഞ ഓർഗാനിസം ഉണ്ടല്ലോ, അമീബയും പാരമീഷ്യവും യുഗ്ലീന, അവരെ 3 പേരൊന്ന് കാണാൻ വേണ്ടിയാണ് മൈക്രോസ്കോപ്പ് വേണ്ടത്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ആനേനെയും പല്ലീനെയും ഒന്നും കാണാൻ മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമില്ല. ദ ഓർഗാനിസംസ് സീൻ ഇൻ ദ പിക്ചർ ഓൾസോ ഹാവ് മെനി സെൽസ് ഇൻ ദർ ബോഡീസ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓർഗാനിസത്തിന് എല്ലാത്തിനും ഒത്തിരി സെല്ലുകളുണ്ട് അവരുടെ ബോഡിയിൽ. ഒരുപാട് സെൽസ് ഉണ്ട് അവരുടെ ബോഡിയിൽ. മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ്. ആൻ ഓർഗാനിസം ഹൂസ് body is made up of more than one cell is a multicellular organism. We can see multicellular organisms with naked eye as they have numerous cells. അപ്പോൾ ഒന്നിലധികം സെല്ലുകൾ, എണ്ണിയാൽ തീരത്തത്രം സെല്ലുകൾ ഉള്ളത് കൊണ്ടാണ് ഈ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസിനെ എല്ലാത്തിനും നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കുന്നത്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ആർ ദർ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്? ലെറ്റ്സ് എക്സാമിൻ. അപ്പം ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടും തമ്മിലുള്ള എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്നാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസവും മൾട്ടി സെല്ലുലർ ഓർഗാനിസവും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ്, ഒരുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വിച്ച് ആർ ദ ലൈഫ് പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻ മൾട്ടി സെല്ലുലർ ഓർഗാനിസം? ഡിസ്കസ്. മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിനകത്ത് ഒന്നിലധികം കോശങ്ങളുള്ള ജീവി, അവർക്ക് ഉള്ള ആക്ടിവിറ്റീസ്, ലൈഫ് പ്രോസസ്സ് എന്തൊക്കെയാണ്, ജീവിക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്?
ഫസ്റ്റ് വൺ മൂവ്മെന്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മൂവ് ബോഡി പാർട്സ് ഓർ വോൾ ബോഡി. ഇപ്പം മുഴുവൻ ശരീരം അല്ലെങ്കിൽ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗം ഒക്കെ അനക്കാൻ സഹായിക്കുന്നത് മൂവ്മെന്റ്. നെക്സ്റ്റ് വൺ ഞാൻ എഴുതിയിട്ടുണ്ട് മേലെ ആദ്യം തന്നെ സർക്കുലേഷൻ എഴുതിയിട്ടുണ്ട്. മൂവ്മെന്റ് ഓഫ് ന്യൂട്രിയൻസ്, ഗ്യാസസ് ആൻഡ് വേസ്റ്റ് വിത്തിൻ ദ ബോഡി, ബ്ലഡ് സർക്കുലേഷൻ, സൈലം ഫ്ലോയം. അതായത് ഗ്യാസ്, ന്യൂട്രിയൻസ്, അതുപോലെ വേസ്റ്റ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് തരണുണ്ടല്ലോ. അതാണ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. ആദ്യത്തത് സൈലം ഫ്ലോയം പ്ലാന്റ്സിലുള്ളതും ബ്ലഡ് സർക്കുലേഷൻ ആനിമൽസിലുള്ളതുമാണ്. ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ടല്ലോ അത്. മൂന്നാമത്തത് ന്യൂട്രീഷൻ, ടേക്കിംഗ് ഇൻ ഫുഡ് ആൻഡ് കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു എനർജി ആൻഡ് ന്യൂട്രിയൻസ്. ഭക്ഷണം കഴിക്കുക, ആ കഴിച്ച ഭക്ഷണത്തിന് എന്താക്കുക, എനർജി ആയിട്ടും ന്യൂട്രിയൻ്റ് ആയിട്ടും ധാതുക്കളായിട്ടും അതുപോലെ എനർജി ആയിട്ടും സേവ് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ബ്രേക്കിംഗ് ഫുഡ് ഇൻ ടു എനർജി റിലീസ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെസ്പിറേഷൻ ആണ്. ഭക്ഷണത്തിനെ മുറിച്ച് നമുക്ക് അതിൽ നിന്ന് എനർജി എടുക്കുക. ബ്രേക്കിംഗ് ഡൗൺ ഫുഡ് ടു റിലീസ് എനർജി. എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. റിസോഴ്സസ് ടു സ്റ്റിമുലൈ, റെസ്പോൺസ് ടു സ്റ്റിമുലൈ, റിയാക്ടിങ് ടു ചേഞ്ചസ് ഇൻ ദ എൻവയറമെൻറ്റ്. അതായത് ഒരു ചൂടുള്ളൊരു സാധനം നമ്മുടെ അടുത്ത് വന്നാൽ അറിയാതെ നമ്മൾ കൈ വലിക്കുക. അതാണ് റെസ്പോൺസ് ടു സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ. അത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് സെൽസ് ആണ്. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദ ബോഡി, യൂറിനേഷൻ, സ്വെറ്റിംഗ്, റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര. റീപ്രൊഡക്ഷൻ, പുതിയ ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കുക. പ്രൊഡ്യൂസിങ് ഓഫ് സ്പ്രിങ് ടു കണ്ടിന്യൂ ദ സ്പീഷ്യസ്. അപ്പം ഈ ജീവിവർഗത്തിന് നിലനിൽപ്പിന് വേണ്ടി കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുക, അതാണ് റീപ്രൊഡക്ഷൻ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് ഫോംസ്. ഇപ്പോൾ ഗ്രോത്തും ഡെവലപ്മെൻറ്റും, ഒരു കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു തവളയാണെങ്കിലും എന്താണെങ്കിലും ആദ്യമേ അത് ചെറുതായിട്ടിരുന്നിട്ട് പിന്നെ അത് വലുതായി വരുന്നുണ്ടല്ലോ. അതിനാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്. അതുപോലെ ബുദ്ധിവികാസവും എല്ലാം ആ ഗ്രോത്തിലും ഡെവലപ്മെന്റും സംഭവിക്കുന്നു. ഡു യൂണിസെല്ലുലർ ഓർഗാനിസംസ് ഓൾസോ ഹാവ് ഓൾ ദ സെയിം ലൈഫ് പ്രോസസ് ആസ് ഇൻ multicellular organism? Discuss. Yes, all these processes are done by a single cell. ഈ എല്ലാ പ്രോസസ്സും യൂണിസെല്ലുലർ ഓർഗാനിസത്തിനും ഉണ്ട്. പക്ഷേ അതെല്ലാം ഒരു സിംഗിൾ സെല്ലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വൺ സെൽ ബിഗ് ഫാക്ട്. ഇനി അടുത്തത് ഒരു കോശം വലിയ കുറേ കാര്യങ്ങളും. ഓൾ ദ ലൈഫ് പ്രോസസ് ഇൻ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ഒക്കേഴ്സ് ഇൻ യൂണിസെല്ലുലർ ഓർഗാനിസംസ് ഓൾസോ. ഇപ്പം വലിയ ഒരു കുറേ സെല്ലുകളുള്ളൊരു ഓർഗാനിസം, ഒരു ജീവിക്കുണ്ടാവുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്, ലൈഫ് പ്രോസസ്സ് തന്നെയാണ് ആർക്കുണ്ടാവുന്നത്, ഏകകോശ ജീവി, അതായത് ഒരു സെല്ല് മാത്രമുള്ള അനിമലിനും ഉണ്ടാകുന്നത്. ഇൻ എ യൂണിസെല്ലുലർ ഓർഗാനിസം ഓൾ ലൈഫ് പ്രോസസ് ആർ പെർഫോം ബൈ എ സിംഗിൾ സെൽ. എല്ലാ ലൈഫ് പ്രോസസ്സും ഒരു സിംഗിൾ സെല്ല്, ഒരൊറ്റ സെല്ലാണ് യൂണിസെല്ലുലർ ഓർഗാനിസത്തിൽ പെർഫോം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരൊറ്റ സെല്ലാണ്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിസെല്ലുലർ ആൻഡ് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ്. ഇപ്പം നിങ്ങൾക്ക് യൂണിസെല്ലുലാറിൻ്റെ മൾട്ടി സെല്ലുലാറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യൂണിസെല്ലുലർ ഓർഗാനിസം, കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ഇനി ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലാസ്സിൽ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിസെല്ലുലർ ഓർഗാനിസം പോസസ് സിംഗിൾ സെൽ, ഒരു സെല്ലേ ഉണ്ടാവുള്ളൂ. വൺ സെൽ പെർഫോംസ് ഓൾ ദ ലൈഫ് ഫങ്ഷൻസ്. ഒരു സെല്ല്, ഒരൊറ്റ സെല്ലാണ് എല്ലാ ലൈഫ് ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത്. യൂഷ്വലി ഷോർട്ട് ലൈഫ് സ്പാൻ കനോട്ട് റിപ്പയർ ഇഫ് ഡാമേജ്. ചെറിയ യൂണിസെല്ലുലർ ഓർഗാനിസം ആണെങ്കിൽ ലൈഫ് സ്പാൻ കുറവായിരിക്കും. അതായത് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വർഷം ജീവിക്കുന്നു എന്നുള്ളതാണ്. ലൈഫ് സ്പാൻ ലോങ് ആണ്. ഡിഫറെൻറ്റ് സെൽ പെർഫോം സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ്. ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോ പ്രത്യേക സെല്ലുകളുണ്ട് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സെൽസ്. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഒത്തിരിയേറെ സെൽസ് കൊണ്ടാണ്. ഇൻ ടു ദ സെൽ. ഇനി നമുക്ക് സെല്ലിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. Into the cell. Having to identified the cells of unicellular and multicellular organisms by observing them through microscope. ഇനി നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ യൂണിസെല്ലുലർ ഓർഗാനിസോ മൾട്ടിസെല്ലുലർ ഓർഗാനിസത്തിൻ്റെയും സെല്ല് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടീച്ചറിനോട് പറയണം ഒന്ന് കാണിച്ചു തരുമെന്ന്. ഇത് കാണണം. ഹൗ ഡസ് ദ ഇൻറ്റീരിയർ ഓഫ് സെൽസ് ലുക്ക് ലൈക്ക്. ഇനി സെല്ലിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ആർ ദേ സിമിലർ? എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. എല്ലാ സെല്ലും ഒരുപോലെയാണ് ഇരിക്കുന്നത്.
ദർ ആർ സ്പെസിഫിക് മെമ്പേഴ്സ് വിത്തിൻ ദ സെൽ ടു പെർഫോം ഈച്ച് ഫങ്ഷൻ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ ആൾക്കാരുണ്ട് സെല്ലിൻ്റെ ഉള്ളിൽ. ദീസ് ആർ കോൾഡ് ഓർഗനൽസ്. ഓർഗനൽസ് എന്നാണ് ഇവരെ പറയുന്നത്. ഈ ജോലി ചെയ്യുന്ന ആളുകൾ, ഓരോ ജോലി ചെയ്യാൻ ഓരോ ആൾക്കാരുണ്ടല്ലോ, ഒരു ടീമുണ്ട്. അപ്പോൾ അവരെ പറയുന്ന പേരാണ് ഓർഗനൽസ്. എ സെൽ ഈസ് ലൈക്ക് എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂം പോലെയാണ് ഒരു സെല്ല്. വാട്ട് ആർ ദ തിങ്സ് ഇൻസൈഡ് എ ക്ലാസ് റൂം? അപ്പോൾ ഒരു ക്ലാസ് റൂമിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഡോണ്ട് ദേ ഹാവ് വാൾസ് ആൻഡ് ബൗണ്ടറീസ്? അവർക്ക് ചുവരുകളും ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അതിരുകളും ഇല്ലേ? വാട്ട് എൽസ് ആർ ദെയർ? അതല്ലാതെ വേറെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ദർ ആർ ബോർഡ്, ബെഞ്ച്, ഡെസ്ക് ആൻഡ് ഫാൻ. ക്ലാസ് റൂം എങ്ങനെയാണ്? ക്ലാസ് റൂമിന് വാളുണ്ട് അല്ലേ, ചുറ്റുമതിലുണ്ട്. അതല്ലാതെ വേറെ എന്തൊക്കെ സാധനങ്ങളാണ് ക്ലാസ് റൂമിനുള്ളത്? ബെഞ്ച് ഉണ്ട്, ഡെസ്ക് ഉണ്ട്, ഫാൻ ഉണ്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഡു ഓൾ ദീസ് ഹാവ് ദ സെയിം യൂസ്? ഇതിനെല്ലാത്തിനും ഒരേ യൂസാണ് ഉള്ളത്, ഒരേ ഉപയോഗമാണ് ഉള്ളത്. ഡസൻ ഈച്ച് ഹാവ് ഡിഫറെൻറ്റ് യൂസസ്? ഇപ്പോൾ ഓരോന്നിനും ഓരോ യൂസുകളല്ലേ, ഓരോ ഉപയോഗം അല്ലേ? സെൽ ഓർഗനൽസ് ഫൗണ്ട് വിത്തിൻ ദ സെൽസ് ആർ ഓൾസോ ഡിഫറെൻറ്റ്. ഇപ്പോൾ ഓരോ സെല്ലിൻ്റെ അകത്തുള്ള സെൽ ഓർഗനൽസും ഡിഫറെൻ്റ് ആണ്. ദർ ഫങ്ഷൻസ് ആർ ഓൾസോ ഡിഫറെൻസ്. ഓരോന്നിൻ്റെയും ഫങ്ഷൻ, ഓരോന്നിൻ്റെയും ചെയ്യാനുള്ള പണികളും വ്യത്യസ്തമാണ്. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് സെൽ ഓർഗനൽസ്. ഇനി ഓർഗനൽസിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, സെൽ ഓർഗനൽസിനെ കുറിച്ച്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. വാട്ട് ഡു യു സീ? താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? വാട്ട് ആർ ദെയർ പെക്യുലിയാരിറ്റീസ്? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാവോ? സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. You have a permanent slide of different types of cells in your school lab. Observe a slide of an animal cell through the microscope with the help of your teacher. What do you see? അപ്പം ഇനി ഒരു അനിമൽ സെല്ല് നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾ കാണുന്നത്? ഡോണ്ട് യു സീ ദ ബൗണ്ടറി ഓഫ് ദ സെൽ? നിങ്ങൾ ബൗണ്ടറി കാണുന്നുണ്ടോ? സെല്ലിൻ്റെ ബൗണ്ടറി കാണുന്നുണ്ടോ? ചുറ്റുമതിൽ അല്ലെങ്കിൽ ചുറ്റളവ് കാണുന്നുണ്ടോ? ഇറ്റ് ഈസ് ദ സെൽ മെംബ്രെയിൻ. അതിന് പറയുന്ന പേരാണ് എന്ത്? സെൽ മെംബ്രെയിൻ എന്ന്. ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി പിക്ചർ. ഇനി പിക്ചറിൻ്റെ സഹായത്തോടെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂക്ലിയസ്, റൈബോസോം, വാക്യൂൾ, മൈറ്റോകോൺഡ്രിയോൺ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ. ഇതെല്ലാമാണ് ഈ സെല്ലിൻ്റെ ഓർഗനൽസ്. പാർട്സ് ഓഫ് സെൽ ആൻഡ് ദർ ഫങ്ഷൻ. ഇനി സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓരോ പാർട്ടുകളും ആ പാർട്ടിന് ഉള്ള ഫങ്ഷൻസും ആണ് നോക്കുന്നത്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ അനിമൽ സെൽ ആൻഡ് ദർ ഫങ്ഷൻസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. അനിമൽ സെല്ലിലുള്ള വ്യത്യസ്ത ഭാഗങ്ങളും അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസും ഉപയോഗങ്ങളും അല്ലെങ്കിൽ പ്രവൃത്തികളും ഒക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. സെൽ മെംബ്രെയിൻ കവേഴ്സ് ദ സെൽ. സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യും? സെല്ല് കവർ ചെയ്യും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിക്കുക. ഈ എന്താണ് പാർട്സ് ഓഫ് സെൽ എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സൈറ്റോപ്ലാസം എന്താണ്? ഹോൾസ് ദ സെൽ പാർട്ട് ഇൻസൈഡ് ദ സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ്. അതായത് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് കളറിൽ കിടക്കുന്നില്ലേ, ഒരു ജെല്ലി പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. ഈ റൈബോസോമും, വാക്യൂള്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺഡ്രിയ, ഇതെല്ലാം കിടക്കുന്നത് സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലാണ്. ന്യൂക്ലിയസ് കൺട്രോൾസ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. ന്യൂക്ലിയസ് ആണ് സെല്ലിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആള്. വാക്യൂൾ സ്റ്റോർസ് വാട്ടർ, സോൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. അപ്പം വാക്യൂളാണ് വെള്ളവും ഭക്ഷണവും ഉപ്പും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ പുറത്തേക്ക് തള്ളേണ്ട വേസ്റ്റുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. റൈബോസോം സിന്തസിസ് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യും. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രോട്ടീനെ ഉൽപ്പാദിപ്പിച്ച് മാറ്റും. മൈറ്റോകോൺഡ്രിയ സിന്തസിസ് എനർജീനെ സിന്തസൈസ് ചെയ്യും. എനർജി എന്ന് പറഞ്ഞാൽ ഊർജം. അനലൈസ് ദ ടേബിൾ ആൻഡ് ഡിസ്കസ് ദ റോൾ ഓഫ് ഈച്ച് പാർട്ട് ഓഫ് ദ സെൽ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഡിക്കേറ്റർ. ഇനി താഴെ തന്നിരിക്കുന്ന സെല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ? സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കവേഴ്സ് ദ സെൽ. സെല്ലിനെ കവർ ചെയ്യുക. വിച്ച് ഈസ് ദ പാർട്ട് ദാറ്റ് കൺട്രോൾസ് ദ എൻറ്റയർ സെൽ. മുഴുവൻ സെല്ലിനെയും കൺട്രോൾ ചെയ്യുന്ന പാർട്ട് ആരാണ്? ന്യൂക്ലിയസ്. വിച്ച് സെൽ ഓർഗനൽ വർക്ക്സ് ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. സെല്ലിൻ്റെ പവർ ഹൗസ് ആരാണ്? എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാരാണ്? മൈറ്റോകോൺഡ്രിയ.
ഇനി വിച്ച് ഓർഗനൽ ആക്ട് ആസ് എ പാത്വേ വിത്തിൻ ദ സെൽ. സെല്ലിലുള്ള പാത്വേ ഏതാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫംഗ്ഷൻ ഓഫ് വാക്യൂൾ ആൻഡ് ദാറ്റ് ഓഫ് റൈബോസോം? റൈബോസോമും വാക്യൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അവരുടെ ഫംഗ്ഷൻ, അവരുടെ ജോലിയിൽ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വാക്യൂൾ സ്റ്റോർ ഫുഡ്, വാട്ടർ ആൻഡ് വേസ്റ്റ്. റൈബോസോം മേക്സ് പ്രോട്ടീൻസ് നീഡഡ് ഫോർ ദ സെൽ. അപ്പോൾ വാക്യൂൾസ് എന്താ ചെയ്യണത്? വേസ്റ്റും വെള്ളവും ഫുഡും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. റൈബോസോം എന്താ ചെയ്യണത്? റൈബോസോം പ്രോട്ടീൻസ് ഉണ്ടാക്കും. സെല്ലിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കലാണ് റൈബോസോമിന്റെ പണി. വി ആർ നൗ ഫെമിലിയർ വിത്ത് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ആനിമൽ സെൽ. ആർ ദേ ദ സെയിം ഇൻ പ്ലാന്റ് സെൽ ഓൾസോ? ഇപ്പൊ നമ്മൾ ആനിമൽ സെല്ലിന്റെ പാർട്സ് ആണ് കണ്ടത്. ഇനി പ്ലാന്റ് സെല്ല് ഇങ്ങനെ തന്നെയാണോ? അടുത്തത് പ്ലാന്റ് സെല്ലാണ്. ഓൾ all the parts you have seen in an animal cell present in plant cell? അപ്പം നമ്മൾ ആനിമൽ സെല്ലിൽ കണ്ട എല്ലാ പാർട്ടുകളും പ്ലാന്റ് സെല്ലിലും ഉണ്ടോ എന്നാണ് ചോദ്യം. സെൽ വാൾ ഇതിലും ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, വാക്യൂൾ ഉണ്ട്, റൈബോസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺഡ്രിയോൺ ഉണ്ട്. അപ്പം ഇത്ര സാധനങ്ങളാണ് ഉള്ളത്. എല്ലാ സാധനങ്ങളും അവിടെയും ഇവിടെയും ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ഒരു സാധനം കൂടുതലുണ്ട്. എന്ത് സാധനമാണെന്ന് അറിയാവോ? How does the plant cell differ from the animal cell? Do you see any part in the plant cell that is different from animal cell? Analyze the figure. ഈ ഫിഗർ നോക്കിയിട്ട് ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോ എന്ന് നോക്ക്. ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് എക്സ്ട്രാ ഉണ്ട് പ്ലാന്റ് സെല്ലിൽ, അനിമൽ സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. അതുപോലെ സെൽ വാൾ ഉണ്ട് അനിമൽ സെല്ലിൽ അതില്ല. പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ ഉണ്ട്, അനിമൽ സെല്ലിൽ സെൽ വാൾ ഇല്ല. നോട്ട് ദ ഫോളോയിങ് ടേബിൾ കണ്ടെയ്നിങ് ദ ലിസ്റ്റ് of plant cell part that differ from animal cell and their function. അപ്പോൾ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പാർട്ട് ഓഫ് സെൽ വാൾ protects the cell. Chloroplast helps in photosynthesis. You have identified the parts of of animal cell and plant cell. ഇനി ഐഡന്റിഫൈ ദ പാർട്സ്, ഏതൊക്കെ പാർട്സ് ആണെന്നുള്ളത് വരക്കാനും എഴുതാനൊക്കെ ഉണ്ടാകും. ഇപ്പം പാർട്സ് എല്ലാം പഠിക്കുക. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്ലാന്റ് സെല്ലിനേക്കാളും കൂടുതൽ, അനിമൽ സെല്ലിനേക്കാളും കൂടുതൽ പ്ലാന്റ് സെല്ലിലുള്ളത്, സെൽ വാളും ക്ലോറോപ്ലാസ്റ്റും. ന്യൂക്ലിയസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനൽ ഇൻസൈഡ് ദ സെൽ. അപ്പോൾ സെല്ലിനുള്ളിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ന്യൂക്ലിയസ്. വാക്യൂൾ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ് എക്സെട്ര സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ആർ അതർ സെൽ ഓർഗനൽസ്. അപ്പോൾ വേറൊരു സെൽ ഓർഗനലാണ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞത്. വാക്യൂൾ, റൈബോസം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അതെല്ലാം എന്ത് ചെയ്യണം? അതൊക്കെ ഈ സെല്ലിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം സെൽ ഓർഗനൽസ് ആണ്. ഇനി ഡ്രോ ആൻഡ് ലേബിൾ ദ പിക്ചർ ഓഫ് എ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ ഇൻ എ ചാർട്ട്. ആനിമൽ സെല്ലിൻ്റെയും പ്ലാന്റ് സെല്ലിൻ്റെയും ഓരോ പിക്ചർ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലിലും തമ്മിലുള്ള സിമിലാരിറ്റി, ഒരുപോലെ ഇരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ബോത്ത് പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ ഹാവ് സെൽ മെംബ്രെയിൻ രണ്ടിനും ഉണ്ട്. സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, മൈറ്റോകോൺഡ്രിയ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഇതെല്ലാം എന്തിലുണ്ട്? ആനിമൽ സെല്ലിലുണ്ട്. ഇൻ പ്ലാന്റ് സെൽ വാൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആർ പ്രസന്റ്. പ്ലാന്റ് സെല്ലിൽ സെൽ വാളും ക്ലോറോപ്ലാസ്റ്റും എക്സ്ട്രാ ഉണ്ട്. But in animal cell, these are not present. Plant cell can make their own food, but animal cell cannot make food they eat. ഇപ്പോൾ പ്ലാന്റ് സെല്ലിന് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, ആനിമൽ സെല്ലിന് പറ്റില്ല. അതുപോലെ പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റും ഉണ്ട്. ലെറ്റ്സ് കൺസ്ട്രക്ട് എ സെൽ മോഡൽ. ഒരു സെൽ മോഡൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? കൺസ്ട്രക്ട് മോഡൽസ് ഓഫ് പേപ്പർ സെൽ ആൻഡ് ആനിമൽ സെൽ യൂസിങ് ദ മെറ്റീരിയൽസ് ലൈക്ക് കാർഡ്ബോർഡ്. ഇപ്പോൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക, വൈറ്റ് ചാർട്ട് കട്ട് ചെയ്തെടുക്കുക, വൈറ്റ് ചാർട്ട് കാർഡ്ബോർഡിൻ്റെ മേലെ ഒട്ടിക്കുക, പേപ്പർ ബീഡ്സ്, കളേർഡ് യാൺ, കോക്കനട്ട് ലീഫ്, മിഡ് റിബ് എക്സെട്ര. അപ്പോൾ ഈർക്കിൽ, കോക്കനട്ട് ലീഫിൻ്റെ മിഡ് റിബ്, അതായത് അത് ഈർക്കിലെടുക്കുക. അതുപോലെ കളേർഡ് യാൺസ്, ഈ വൂളൻ നൂലൊക്കെ പോലത്തെ നൂലുകൾ എടുക്കുക, ബീഡ്സ് എടുക്കുക, ചാർട്ട് പേപ്പർ എടുക്കുക. ഇതൊക്കെ എടുത്തിട്ട്
നമ്മൾ ഓരോന്നും ഉണ്ടാക്കുക. മൈറ്റോകോൺട്രിയ, ഇത് റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതെല്ലാം നമ്മൾ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ആ സെല്ലിൽ ഒട്ടിച്ച് വെക്കുക. സ്മോൾ ആൻഡ് ലാർജ്, ആർ യു നൗ ഓഫ് ദ സെയിം സൈസ് ആസ് വെൻ യു വെർ എ ബേബി? ഇപ്പം നിങ്ങൾ ഒരു കുഞ്ഞു വാവായിരുന്നപ്പോൾ എത്രയാണോ ഉണ്ടായിരുന്നത് അതേ സൈസിലാണോ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്? ഡു യുവർ സെൽസ് ഓൾസോ ഗ്രോ ഓർ ഗ്രൂ അപ്പ്? ഈസ് ദാറ്റ് ഹൗ യു ബിക്കം ബിഗ്ഗർ? അപ്പം നിങ്ങളുടെ സെല്ലുകൾ, കോശങ്ങൾ നിങ്ങൾ വളരുന്നതിനനുസരിച്ച് വളർന്നിട്ടുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ വലുതായത്? ആർ ഓൾ സ്മോൾ ബിൽഡിംഗ് ബ്ലോക്സ് യൂസ് ഫോർ സ്മോളർ ബിൽഡിങ്സ് ആൻഡ് ലാർജർ ബ്ലോക്സ് ഫോർ ലാർജർ ബിൽഡിങ്സ്? അപ്പോൾ ചെറിയ ബ്ലോക്കുകൾ ചെറിയ വീടുണ്ടാക്കാനും ചെറിയ കളി വീടുണ്ടാക്കാനും, വലിയ കട്ടകൾ വലിയ കളി വീടുണ്ടാക്കാനാണോ ഉപയോഗിക്കുന്നത്? ആർ ഇൻ ബ്ലോക്സ് ഓഫ് സെയിം സൈസ് യൂസ്ഡ്? ഇപ്പോൾ ഒരേ സൈസുള്ള ബ്ലോക്കുകളല്ല രണ്ടിനും യൂസ് ചെയ്യുന്നത്. വെൻ സ്മോൾ ഹൗസസ് ആർ ബിൽഡ് ഈസ് ഇൻ ദ നമ്പർ ഓഫ് ബ്ലോക്സ് ദാറ്റ് കംസ് ലെസ്സർ? അപ്പോൾ ചെറിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ എത്ര ബ്ലോക്കുകളുടെ എണ്ണം കുറയാറില്ലേ? ഡോണ്ട് വി റിക്വയർ മോർ ബ്ലോക്സ് ടു മേക്ക് എ ബിഗ്ഗർ ഹൗസ്? അപ്പോൾ ഒരു വലിയ വീട് ഉണ്ടാക്കണം എന്നാണെങ്കിൽ കുറേ ബ്രിക്കുകൾ, കുറേ ഇഷ്ടികകൾ കൂടി ആവശ്യമായി വരില്ലേ? ഇൻ ദ സെയിം വേ വി ഗ്രോ നോട്ട് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ സെൽ ഇൻ അവർ ബോഡി ബട്ട് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ. അതായത് ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ കട്ടകൾ, എത്ര കട്ടകളാണ് ആവശ്യം? അതുപോലെ ഒരു വലിയ മുറി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കട്ടകളുടെ എണ്ണം കൂട്ടും. അങ്ങനെയല്ലേ നമ്മൾ എടുക്കുക? അതുപോലെയാണ്. അല്ലാതെ കട്ട വലുതാക്കിയല്ല, കട്ടകളുടെ എണ്ണമാണ് കൂട്ടുന്നത്. ഒരേപോലത്തെ കട്ടകളായിരിക്കും, പക്ഷെ ഈ കട്ടകളുടെ എണ്ണം കൂട്ടും. അതുപോലെയാണ് നമ്മുടെയും കേസിൽ നമ്മളുടെ സെല്ല് വലുതാവുകയല്ല, വലുതായി ലാർജ് ആവുകയല്ല, നമ്പർ കൂട്ടുകയാണ്. സെല്ലിൻ്റെ എണ്ണം കൂട്ടിയിട്ടാണ് ശരീരം വലുതാവുന്നത്. ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ ഓർഗാനിസം ഈസ് ഓൾസോ ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ്. ഇപ്പം സെല്ലുകളുടെ എണ്ണത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഓർഗാനിസത്തിൻ്റെ സൈസും ഡിഫറെൻ്റ് ആവുന്നത്. ഡൈവേഴ്സിറ്റി അമംഗ് സെൽസ്. ഇനി സെല്ലുകളിൽ വ്യത്യസ്തരായ സെല്ലുകളുണ്ടോ? ഈസ് ഇൻ ദ ബോഡി മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്? ബോഡി സെല്ല് കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇഫ് സോ ഡു വി ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് സെൽസ് ഇൻ ഓൾ പാർട്സ് ഓഫ് അവർ ബോഡി? അപ്പം ഒരേപോലത്തെ സെല്ലുകളാണോ നമുക്ക് എല്ലാ ബോഡി പാർട്സിലും ഉള്ളത്? അല്ല. ഈസ് ഇൻ ദ ചൈൽഡ് ഔട്ട് ജെന്യൂൻ? ഐസ്, ലെഗ് ആൻഡ് ഹാൻഡ്സ് ആർ പാർട്ട് ഓഫ് ദ ബോഡി. അപ്പം കണ്ണും കൈയും കാലും ഒക്കെ എന്താണ്? നമ്മുടെ ബോഡിയുടെ പാർട്ടാണ്. ആർ ദ സെയിം ടൈപ്പ് ഓഫ് സെൽസ് ഫൗണ്ട് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി? എല്ലാ പാർട്സിലും ഒരേ സെല്ലാണോ നമ്മൾ കാണുന്നത്? ഒരേ സെല്ല് തന്നെയാണോ എല്ലാ പാർട്ടിലും ഉള്ളത്? ലെറ്റ്സ് എക്സാമിൻ. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഷേപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഇനി താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ പല ടൈപ്പിലുള്ള സെല്ലുകളുടെ ഷേപ്പ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ ബ്ലഡ് സെല്ലിൻ്റെ പിക്ചർ നോക്കൂ, നെർവ് സെല്ലിൻ്റെ പിക്ചർ നോക്കൂ, മസിൽസിൻ്റെ സെല്ല് എങ്ങനെയാണെന്ന് നോക്കൂ. ബ്ലഡ് സെല്ല് കണ്ടില്ലേ, വ്യത്യാസമുണ്ട്. മൂന്നും സെൽസും ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇപ്പോൾ ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്, വ്യത്യസ്തത, എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടിരിക്കുന്നത് ഓരോ സെല്ലുകളും? ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. അപ്പം മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പല ടൈപ്പ് സെല്ലുകൾ കൊണ്ടാണ്. There are about 200 different types of cells such as nerve cell, blood cell and muscle cells. ഇപ്പോൾ 200-ൽ പരം വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകളുണ്ട്. ഒരെണ്ണം നെർവ് സെല്ല്, പിന്നെ ബ്ലഡ് സെല്ല്, മസിൽ സെല്ല്, എന്നിങ്ങനെ പല ടൈപ്പ് സെല്ലുകളുണ്ട്. ഫങ്ഷൻസ് ഓഫ് ഓൾ ദീസ് ആർ നോട്ട് ദ സെയിം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉപയോഗങ്ങൾ സെയിം അല്ല, ഫങ്ഷൻസ് സെയിം അല്ല. ദെയർ ഷേപ്പ് ഓൾസോ വാരീസ്, അവരുടെ ഷേപ്പും വ്യത്യാസമുണ്ട്. ക്ലസ്റ്റർ ഓഫ് സെൽസ്, സെല്ലിൻ്റെ ക്ലസ്റ്റർ, കൂട്ടം. Cells that are similar in shape and perform the same function are collectively called tissues. അപ്പോൾ ഒരേ കാര്യങ്ങൾ, ഒരേ ജോലികൾ ചെയ്യുന്ന സെല്ലുകൾ ഉണ്ടാകുമല്ലോ, അവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് ടിഷ്യൂസ് ആകും. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുണ്ടാവുന്ന എന്താണ്? ടിഷ്യൂസ്. കുറേ സെല്ലുകൾ ഒരുമിച്ച് ചേർന്നിട്ട് കൂടിക്കൂടിയായിട്ടാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. ടിഷ്യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. സ്കിൻ ഈസ് എ പാർട്ട് ദാറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി ഓഫ് ആനിമൽസ്. അപ്പം മൃഗങ്ങളുടെ, മനുഷ്യൻ്റെയും ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഔട്ടർ കവറിങ് ആണ് എന്ത്? സ്കിന്ന്, ത്വക്ക്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽ. ഈ ത്വക്കിലും എന്താണുള്ളത്? ഒരു കൂട്ടം സെല്ലുകളാണ് ഉള്ളത്. ദീസ് ആർ ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. അപ്പം ഈ ത്വക്കുകളിലുള്ള ഈ ടിഷ്യൂവിൻ്റെ പേരെന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്നാണ് ഇവരെ പറയുന്ന പേര്. ബോഡി ഹാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ലൈക്ക് നെർവ് ടിഷ്യൂസ് ആൻഡ് മസ്കുലർ ടിഷ്യൂസ്. ഇപ്പോൾ ബോഡിയിൽ നമുക്ക് നെർവ് ടിഷ്യൂ ഉണ്ട്, മസ്കുലർ ടിഷ്യൂ ഉണ്ട്, അങ്ങനെ വ്യത്യസ്തമായ ടിഷ്യൂക്കളുണ്ട്. Nervous tissues are formed by the combination
of nerve cells and muscular tissues are formed by the combination of muscle cells. അപ്പോൾ കുറേ നെർവിൻ്റെ സെല്ലുകൾ നാഡിയുടെ നാഡീകോശങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് നാഡീവ്യൂഹം ഉണ്ടാകുന്നത്. അതുപോലെ മസ്കുലറിൻ്റെ മസിൽസിൻ്റെ പേശികൾ ഒരേപോലത്തെ പേശികളുടെ കോശങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് പേശിയുടെ ടിഷ്യൂ ഉണ്ടാകുന്നത്. Likewise, different tissues are seen in the plants also. ഇതുപോലെ പ്ലാന്റ്സിലും നമുക്ക് ടിഷ്യൂസ് കാണാൻ പറ്റും. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സെൽ കമ്പൈൻസ് ടു ഫോം ടിഷ്യൂസ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സെല്ലുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, ടിഷ്യൂസ് ഉണ്ടാകുന്നത്. വാട്ട് ഇഫ് മെനി ടിഷ്യൂസ് കമ്പൈൻ ടുഗെദർ? ഇപ്പോൾ കുറേ ടിഷ്യൂക്കൾ ഒരുമിച്ച് ചേർന്നാൽ, കുറേ ടിഷ്യൂ ഒരേ ഫങ്ഷൻസും ഒരേ ടാസ്ക് പെർഫോം ചെയ്യുന്ന, ഒരേ ജോലികൾ ചെയ്യുന്ന കുറേ ടിഷ്യൂക്കൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഫങ്ഷൻ ടുഗെദർ ടു ഫോം ഓർഗൻസ്. അപ്പോൾ ഇങ്ങനത്തെ ടിഷ്യൂകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഓർഗൻസ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ലിവർ, ഹാർട്ട്. ലിവറും ഹാർട്ടുമാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഓർഗൻസിൻ്റെ എക്സാമ്പിളാണ് ലിവറും ഹാർട്ടും. ഓർഗൻ സിസ്റ്റം. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. വാട്ട് ഡു യു സീ? ഇപ്പോൾ താഴെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. ആ പിക്ചറിനകത്ത് നിങ്ങൾ എന്താണ് കാണുന്നത്? ലങ്സ്, നോസ്ട്രിൽസ്, ട്രക്കിയ. ലങ്സും നോസ്ട്രിലും ട്രക്കിയാണ് നമ്മൾ കാണുന്നത്. ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓർഗൻസ് ആർ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ദാറ്റ് വർക്ക് ടുഗെദർ ടു പെർഫോം സ്പെഷ്യൽ ഫംഗ്ഷൻ ഇൻ ദ ബോഡി. എക്സാമ്പിൾ ഹാർട്ട് പമ്പ്സ് ബ്ലഡ്, ലങ്സ് ഹെൽപ്പ് ബ്രീതിങ്, ബ്രെയിൻ കൺട്രോൾസ് ദ ബോഡി, സ്റ്റമക്ക് ഹെൽപ്സ് ഡൈജഷൻ. അപ്പോൾ ഇത് ഞാൻ എക്സ്ട്രാ ആയിട്ട് എഴുതിയതാണ്. ആർ ദേ ഓർഗൻസ് ഡിസ്കസ്? അപ്പോൾ ഇതെല്ലാം ഓർഗൻസ് ആണോ, ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓർഗൻസ് ആണ് അല്ലേ? When different organs functions in coordination, they form an organ system. The lung is an organ. Similarly, nostrils and trachea are also organs. അപ്പോൾ ഇതിനകത്ത് ലങ്സ് ഒരു ഓർഗനാണ്, നോസ്ട്രിലും ട്രക്കിയയും ഓർഗൻസ് ആണ്. ടുഗെദർ ദേ ഫോം ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇവർ 3 പേരും കൂടി കഴിയുമ്പോഴത്തേക്കോ അതിനെ പറയുന്ന പേരാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന്. സർക്കുലേറ്ററി സിസ്റ്റം ഈസ് അനദർ ഓർഗൻ സിസ്റ്റം. അടുത്തത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. അതും വേറൊരു ഓർഗൻ സിസ്റ്റമാണ്. ആൻഡ് ഓർഗാനിസം ഈസ് ഫോം ബൈ കോമ്പിനേഷൻ ഓഫ് സച്ച് ഓർഗൻ സിസ്റ്റം. ഇതുപോലെയുള്ള കുറേ ഓർഗൻ സിസ്റ്റങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു ഓർഗാനിസം ഉണ്ടാകുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് ഓർഗൻസ് കൂടി ചേർന്നിട്ടാണ് ഒരു ഓർഗാനിസം ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. ആദ്യം തന്നെ സെൽ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം. അതാണ് ഫ്ലോ ചാർട്ട്. ഓ മീ, ഹൂ സ്റ്റാർട്ടഡ് മൈ ലൈഫ് ജേർണി ആസ് ടൈനി സെൽ ഹാവ് നൗ ഗ്രോൺ ദിസ് മച്ച് ബിഗർ. അപ്പോൾ ഈ കുട്ടി പറയാണ്, ഒരു ചെറിയൊരു സെല്ല് പോലെയായിരുന്നു ഞാൻ ആദ്യം ഉണ്ടായിരുന്നത്. ജനിച്ചപ്പോഴത്തേക്കും ഞാൻ ഒരു ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ ഞാൻ ഇത്രയും വലുതായി. എങ്ങനെയാണ് ഞാനിത് വലുതായതെന്ന്? ദ ലിവിങ് വേൾഡ് ഈസ് ഫുൾ ഓഫ് ഡൈവേഴ്സിറ്റി. ഈ ജീവിവർഗം മുഴുവനും വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞതാണ്. ദിസ് ഡൈവേഴ്സിറ്റി ബിഗിൻസ് അറ്റ് ദ വെരി മൈക്രോ ലെവൽ. ഏറ്റവും ചെറിയ ലെവലിൽ നിന്നാണ് ഈ ഡൈവേഴ്സിറ്റി, ഈ വ്യത്യസ്തത ആരംഭിക്കുന്നത്. ഹൗ മെനി ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ആർ ദിയർ, റേഞ്ചിങ് ഫ്രം യൂണിസെല്ലുലാർ ടു മൾട്ടി സെല്ലുലാർ. അപ്പോൾ ഏകകോശ ജീവികൾ മുതൽ ബഹുകോശ ജീവികൾ വരെ എത്ര വിധത്തിലുള്ള ജീവിവർഗങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. വി ക്യാൻ സീ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. നമുക്ക് ആ ജീവിവർഗത്തിൽ സിമിലാരിറ്റീസും ഡിഫറൻസും വ്യത്യസ്തതകളും കാണാൻ സാധിക്കും. അതുപോലെ ഒരുപോലെയുള്ളത് ജീവിവർഗങ്ങളുടെ ഒരുപോലെയുള്ള പ്രക്രിയകളും കാണാൻ സാധിക്കും. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇതാണ് നേച്ചറിൻ്റെ, പ്രകൃതിയുടെ മനോഹാരിത. ഫ്രണ്ട്സ്, യു ഷുഡ് ടേക്ക് കെയർ to go ahead in life by knowing this and enjoying the nature without disturbing it. അപ്പം പ്രകൃതിയെ ശല്യപ്പെടുത്താതെ ഈ എല്ലാ വൈവിധ്യങ്ങളും എല്ലാം നമ്മൾ ജീവിതത്തിൽ ആസ്വദിക്കണം എന്നാണ് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ലെറ്റ്സ് അസസ് ആണ്. സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സെൽ ആർ ഗിവൻ. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് ഓൾ സെൽസ് ഹാവ് ക്ലോറോപ്ലാസ്റ്റ് എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. പിന്നെ ഓൾ സെൽസ് ഹാവ് സെൽ വാൾ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ആ 2 സ്റ്റേറ്റ്മെൻറ്റാണ്, എയും സിയും ആണ് തെറ്റായിട്ടുള്ളത്. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. പ്ലാന്റ് ബോഡി ഈസ് മേഡപ്പ് ഓഫ് സെൽസ്, ആനിമൽ ബോഡി ഈസ് മേഡപ്പ് ഓഫ് സെൽസ്. വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഷനാണ് നമുക്ക്
കിട്ടുന്നത്. ദർ ഇസ് നോ ഡൈവേഴ്സിറ്റി എമംഗ് ദ സെൽസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. സെൽസ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ തിങ്സ്. സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ഓർഗൻ സിസ്റ്റംസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ് ബോഡി ആർ ദ സെയിം. അപ്പോൾ സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ ലിവിങ് തിങ്സ് എന്ന കൺക്ലൂഷനിലാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൽ, ടിഷ്യൂ, organ, organ system, organism. Unicellular organisms have smaller cell and multicellular organisms have larger cell. What is your response to this statement? അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.